What are you doing? Knocking. ഹായ് ഗൈസ്, ഞാൻ വന്നു. നമ്മൾ പുതിയ വ്ളോഗായിട്ട് വന്നേക്കുന്നതാണ്. ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഫിലിം ഇൻറ്റർസ്റ്റെല്ലർ കാണാൻ പോകുന്നു. ഇന്നല്ല, 13-ാം തീയതി 13th ഫെബ്രുവരി അതാണ് കാണാൻ പോകുന്നത്. എന്നാലും ലാസ്റ്റ് ഡേറ്റ് എനിക്കൊരു നല്ല പണി കിട്ടി. കാരണം ഞാൻ ഇത്ര നാളും വിചാരിച്ചുകൊണ്ടിരുന്നു വെച്ച് കഴിഞ്ഞാൽ 13, 14, 15 എന്നുള്ള ദിവസങ്ങളിലും കൂടെ ഈ സാധനം സ്ക്രീൻ ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അത് ഷോ നടത്തുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ട് 15-നും എല്ലാം പോയി കാണാനാണ് ഓർത്തത്. അത് ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആയതുകൊണ്ട് അത് കാണാനാണ് ഓർത്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് 9-ാം തീയതിയാണ്. 9-ാം തീയതിയാണ്. ഇന്നാണ് ഞാൻ അറിയുന്നത് 13 വരെ സ്ക്രീനിങ് ഉണ്ടെന്ന്. അതുകൊണ്ട് എനിക്കന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ 13 എന്ന് പറഞ്ഞ ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ അന്ന് ഞാൻ ക്ലാസ് കട്ട് ചെയ്തിട്ട് പോയി കാണേണ്ടി വരും. അപ്പം അങ്ങനെ കാണാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഐ ഹോപ്പ് ഇത് ഞാൻ ഇത്രയും ഭ്രാന്ത് പിടിച്ച് പോയി കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഫിലിമാണ്. ഞാനത് ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇത് ചെയ്യണം, കാണണം. ലൈക്ക് ഓപ്പൺഹൈമർ ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞാൽ ഓപ്പൺഹൈമർ ഇറങ്ങിയ അപ്പം ഞാൻ ആഗ്രഹിച്ചതാണ് ഈ ഒരു പടം ഇൻറ്റർസ്റ്റെല്ലർ റിലീസ് വരുമ്പോൾ എനിക്കൊന്ന് കാണണമെന്ന്. കാരണം ഞാൻ ഈ സാധനം മൊബൈലിൽ പോട്ടെ, PC യിലല്ലാണ്ട് ലാപ്പിലൊക്കെ ഇരുന്ന് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എന്നാൽ പോലും ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിത് തിയേറ്ററിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചുള്ള ഫിലിമാണ്. എൻ്റെ ഫേവറേറ്റ് ഫിലിമാണ് ക്രിസ്റ്റഫർ നോളനെയും നോളൻ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫിലിം ഇതാണ്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇൻസെപ്ഷനും ഓപ്പൺഹൈമറും ഇതൊക്കെ പോകുന്നത്, ഡാൻക്രിക്കും ടെനറ്റും ഒക്കെ പോകുന്നത്. ടെനറ്റല്ല, മെമൻറ്റോ ഇഷ്ടം. അതുപോലെ അങ്ങനെ കുറേ ഫിലിംസൊക്കെ ഇഷ്ടമുള്ളത് ഇത് കഴിഞ്ഞിട്ടാണ്. ഈ ഒരു പടത്തിൻ്റെ റേഞ്ച് എനിക്ക് സീരിയസ്ലി എനിക്കറിയത്തില്ല. സോ എനിക്കത് കാണണം. അപ്പോൾ അത് കാണാനുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് ഫ്രണ്ടിലായിപ്പോയി, കുറച്ചല്ല നല്ല ഫ്രണ്ടിലായിപ്പോയി. എനിവേസ്, അപ്പോൾ നമുക്കിനി 13-നൊക്കെ ആയിട്ട് നമുക്ക് വ്ളോഗ് സെറ്റ് ചെയ്യാം. ഓക്കെ, പോകുന്ന വ്ളോഗുകളൊക്കെ നമുക്ക് ചെയ്യാം. ഇനി IMAX വെച്ച് കാണാം. ഇതാണ് ഞാൻ ബുക്ക് ചെയ്ത ഷോ. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ബുക്ക് ചെയ്ത സീറ്റ് കാണിച്ചു തരാം. ഇതുണ്ട് 5 കാണാൻ പറ്റും. 5 ഞാൻ ബുക്ക് ചെയ്തത്. ഫ്രണ്ടിൽ പോയി ഇരിക്കണം, എന്നാലും സാരമില്ല. കാണുമ്പോൾ അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനങ്ങ് പോയി ചെയ്തതാണ്. അയ്യോ, എന്നാലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. സീരിയസ്ലി ഞാൻ അറിഞ്ഞില്ലായിരുന്നു 14, 15 അങ്ങനെയുള്ള ദിവസങ്ങളോട്ട് കാണും ഞാൻ ഓർത്തു. 7 ഡേ സ്ക്രീനിങ് ഉള്ളതെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ ഇന്നാണ് അറിയുന്നത്, ഇന്നത്തെ ദിവസമാണ് അറിയുന്നത്. അപ്പം എന്തോ ചെയ്തപ്പോൾ ഒരു വിഷമം, ലൈക്ക് ഫ്രണ്ടിൽ പോയിരിക്കേണ്ടി വന്നല്ലോ. എന്നാലും IMAX ആണ്, എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇനി 13-ന് കാണാം. ഓക്കെ, ബൈ. സോ ഗൈസ്, ഇന്നിപ്പോൾ 13-ാം തീയതിയാണ്. നമ്മൾ പടം കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിങ്ങിലാണ്, വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു. നാളെ പോയിക്കൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 12:30ക്കാണ് ഷോ. ഇപ്പോൾ സമയം ഏതാണ്ട് 9:05 പോകുന്ന വഴിയിലാണ്. ഇപ്പോൾ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വ്ളോഗ് എടുക്കാം. എന്നിട്ട് എന്തായാലും എനിക്കൊന്ന് പടം ഒന്ന് നന്നായിട്ടിരുന്നൊന്ന് കാണണം, വിസ്തരിച്ച് കാണണം എന്നേ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം എൻ്റെ മനസ്സിൽ. ഇപ്പോൾ വ്ളോഗുകളൊന്നും അത്ര നല്ല രസമുള്ളതായിരിക്കും മേ ബി, ബിക്കോസ് ഞാനിത് വ്ളോഗ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ചുമ്മാ ഒരു കണ്ടന്റ് എന്ന രീതിയിൽ ചെയ്യുന്നതേ ഉള്ളൂ. ആക്ച്വലി ഞാൻ ഡ്രൈവിംഗ് ആണ്, അപ്പം എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. സോ ഇനി പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ കൊച്ചി എത്തി. ഇനിയിപ്പം മാളിലോട്ട് പോകണം. വേഗമൊന്നുമല്ല, കൊച്ചിൻ്റെ പോകുന്നത്. ഇവിടെ നല്ല ബ്ലോക്കാണ്, ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നു. ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ മാളിലെത്തി. ഇനി നമുക്ക് മാളിനകത്ത് കാരണം ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ചുമ്മാ കറങ്ങിയിട്ട് നേരെ പടത്തിൻ്റെ അങ്ങോട്ട്, തിയേറ്ററിൻ്റെ അങ്ങോട്ട് പോകാം.
ഗൈസ് നമ്മൾ തിയേറ്ററിലെത്തി. 12:30 തുടങ്ങുള്ളൂ. ഇപ്പോൾ 12 ആയുള്ളൂ, 12 കാലമാകുന്നു. ഓക്കെ, തുടങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസുകളൊക്കെ ഞാൻ പറയാം. എനിക്കിത് കാണാൻ ഭയങ്കരമായിട്ട് മുട്ടി വയ്ക്കുക. It's not possible. No, it's necessary. അപ്പോൾ ഗൈസ് ഇൻട്രസ്റ്റെല്ലാവരും കണ്ടു, സന്തോഷമായി. ഈ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ആയിരുന്നു. ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അതങ്ങ് അച്ചീവ് ചെയ്തു. എനിക്കിത് കൂടുതൽ ഒന്നും പറയാനില്ല. ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടു തീർത്തപ്പം. പിന്നെ അത് സീറ്റിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നില്ല. പിന്നെ ആയുള്ള കുഴപ്പത്തിൽ കുറച്ച് ഫ്രണ്ടിലായി പോയി, കുറച്ചല്ല നല്ല ഫ്രണ്ടിലായി പോയി. എന്നാലും എനിക്കത് അത്ര, ഞാൻ ആ ഫിലിമിൻ്റെ അതിൻ്റെ അകത്ത് അങ്ങ് മുഴുകി ഇരുന്ന് പോയി. അപ്പോൾ എന്നെ അതങ്ങ് അഫക്റ്റ് ചെയ്തില്ല, എന്നെ അത്ര അഫക്റ്റ് ചെയ്തില്ല. എനിക്കത് തീരില്ലേ കുറച്ചും കൂടെ വേണമായിരുന്നു എന്നുള്ളൊരാഗ്രഹമായിരുന്നു. ഈവൻ ദ ലാസ്റ്റ് സീൻ, ക്ലൈമാക്സ് എല്ലാം കൂടെ അങ്ങനെ കണ്ടിരുന്നപ്പം എന്തോ ഭയങ്കരമായിട്ട് നമ്മളങ്ങ് ഹിറ്റ് ചെയ്തു. എനിക്കങ്ങ് എന്തോ ഒന്നല്ല 64 കിലോമീറ്റർ 64 കിലോമീറ്റർ കണ്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അത് അത്രയും ഞാൻ ക്രോസ് ചെയ്ത് വന്നതാണ്. അത് വലിയ സംഭവമൊന്നുമല്ല, ലൈക്ക് ഇതിലും കൂടുതൽ വന്നവരുണ്ട്. അപ്പം ഞാൻ അത്രയും ക്രോസ് ചെയ്ത് വന്നത് ഇത് കാണാൻ വേണ്ടിയാണ്. അപ്പോൾ എനിക്കിത് നോക്കുമ്പോൾ ഞാൻ അത്രയും ചെയ്ത് വന്നത് എനിക്ക് റിഗ്രറ്റ് ഇല്ല. ലൈക്ക് ഫ്രണ്ടിൽ പോയിരുന്നതിനുള്ള അത് റിഗ്രറ്റായിട്ട് ഞാൻ എടുക്കുന്നില്ല. അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടുണ്ടായി പോയതായിരിക്കാം. പിന്നെ അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ എന്നാലും എനിക്ക് റിഗ്രറ്റോ തേങ്ങയൊന്നുമില്ല. ഇത് കണ്ടതിൽ എനിക്ക് ഒരു റിഗ്രറ്റില്ല. വെർത്താണ്, 100% വെർത്താണ്. ഇത് നഷ്ടപ്പെട്ടില്ലല്ലോ, ലൈക്ക് ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. സോ എനിവേസ് ഇത്രേ ഉള്ളൂ എൻ്റെ വ്ളോഗ്. ഞാനിത് പറയാനാണ് ഉദ്ദേശിച്ച്. കണ്ടു കാര്യങ്ങൾ കഴിഞ്ഞു. എനിക്ക് ഇതിനെക്കുറിച്ച് റിവ്യൂസ് ഒന്നും ഇല്ല, കാരണം ഇതിൻ്റെ റിവ്യൂ പറയാൻ ഞാനാരുമില്ല. കാരണം ഇതൊരു മാസ്റ്റർ പീസ് ആയിട്ടാണ്. സോ ഇതിനൊരു റിവ്യൂ വേണ്ട. സോ ഐ റിയലി എൻജോയ് ഇറ്റ്. ഇനി ഇങ്ങനെ സംഭവം, ഇനി ഈ ഒരു പടം ഇനി റീ റിലീസ് എന്നൊക്കെ പറയുമ്പോൾ എത്ര കാലം എടുക്കുമെന്ന് അറിയത്തില്ല. കുറേ ടൈം എടുക്കും, കുറേ കാലങ്ങളെടുക്കും. ഉണ്ടാകാതിരിക്കില്ല. ചിലപ്പോൾ 25th ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേനും വരും. ഇപ്പോൾ 10th ആനിവേഴ്സറി ആയതുകൊണ്ടാണ്. സോ ബൈ. വ്ളോഗ് എൻഡിങ് ഇറ്റ്സ് എ ഷോർട്ട് വ്ളോഗ് ആയിരിക്കും. സോ ബൈ.